ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയുടെ അതിർത്തിയിൽ ബംഗ്ലാദേശ് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ത്രിപുരയിലെ മുഹാരി നദിക്ക് സമീപം, അതായത് ദക്ഷിണ ത്രിപുരയിലെ മുഹാരി നദിയുണ്ട്, അതിനു സമീപം ബംഗ്ലാദേശ് ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നു എന്നുള്ള ഒരു വലിയ വാർത്ത തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു അണക്കെട്ട് ഈ അതിർത്തിയിൽ ബംഗ്ലാദേശ് നിർമ്മിക്കുന്നത് മൂലം ഈ പറയുന്ന ത്രിപുരയുടെ ദക്ഷിണ ഭാഗത്തെ ചില നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാൻ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ബലോണിൽ നിന്നുള്ള CPM MLA ദീപങ്കർ സെൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒപ്പം തന്നെ ഇത് തടയണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കേന്ദ്രം പറയുന്നത് ഇതിൻ്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല എന്നുമാണ്. എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് 1.5 കിലോമീറ്റർ നീളവും 20 അടി ഉയരവുമാണ് ഈ നിർമ്മിക്കുന്ന അണക്കെട്ടിന് എന്നാണ്. ഇന്ദിരാഗാന്ധി മുജീബ് റഹ്മാനും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈ സീറോ ലൈൻ, അതായത് ഇരു രാജ്യങ്ങളുടെ സീറോ ലൈൻ 150 യാർഡിന് ഉള്ളിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു രാജ്യവും നടത്താൻ അനുവാദമില്ല എന്നിരിക്കെയാണ് 50 യാർഡിന് താഴെയും ചില സ്ഥലങ്ങളിൽ 10 യാർഡിന് താഴെയുമൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ദിവസം 10 ഡ്രഡ്ജറുകളാണ് ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഏതായാലും ഒരു വലിയ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളത് ഒരു വലിയ ആശങ്ക തന്നെ ഉയരുന്നു. ത്രിപുര ഇതിനോടകം തന്നെ ബംഗ്ലാദേശിന് നൽകി വന്നിരുന്ന കുടിവെള്ളമടക്കമുള്ള ജലവിതരണ സംവിധാനങ്ങളെല്ലാം തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ വാർത്ത എന്ന് തന്നെ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.